ഇതാണ് ബുക്കില്ലാസ് ക്രോസിംഗ് പോർട്ട് ഓഫ് എൻട്രിയിൽ ഞങ്ങൾ നിൽക്കുവാണ്. കുട്ടികളിപ്പോൾ എത്തും. നമ്മൾ നെയ്ബർ കൺട്രിയിലോട്ട് കടക്കുക. വിച്ച് ഈസ് ദ നെയ്ബർ കൺട്രി? ഇറ്റ്സ് മെക്സിക്കോ. ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് ഇത് പോകണം കേട്ടോ. 2016 പോയിരുന്നു. അതെ 2016 പോയിരുന്നു. ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് ടൈം വി ആർ ഹിയർ. നോട്ട് ഹിയർ, ദിസ് സ്പോട്ട് അല്ലായിരുന്നു കേട്ടോ, സോറി. ഇമിഗ്രേഷൻ പോയിന്റിൽ നിൽക്കുകയാണ്. We are going to enter. The whole family is here. മെക്സിക്കോയിലേക്ക് കടന്നു കേട്ടോ. അതായിരുന്നു പോർട്ട് എൻട്രി. അവിടെ നിങ്ങൾ കടന്നു. ഇതാ എല്ലാവരും നടക്കുവാണ്. റൂൾസൊക്കെ പറഞ്ഞു. അതായത് 4 മണിക്ക് മുന്നേ വന്നില്ലെങ്കിൽ ഇന്ന് ഇവിടെ തങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം 10 മണിയായിട്ടേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട്. തൊട്ട് നെയ്ബർ കൺട്രിയിലോട്ട് കടക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യമുള്ളത് വലിയ കാര്യമല്ലേ. ബൊഗില്ലാസ് പാസ് ഒക്കെ എങ്ങനെ വേഗം പോകും. ബൊഗില്ലാസ് കണ്ടോ, എ വില്ലേജ് ഓൺ ദ എഡ്ജ് ഓഫ് ദ 2 countries ആണ്. പോണ് രാജ്യമില്ല. അവരെ പറഞ്ഞത് കുറച്ച് തെറ്റിപ്പോയല്ലോ. അത് പോർട്ട് ഓഫ് എൻട്രി ആയിരുന്നു. ഇനി ഈ റിവർ കടന്നാൽ മാത്രമേ നമ്മൾ മെക്സിക്കോയിൽ എത്തുള്ളൂ. അതായത് ഈ റിവർ റയോ ഗ്രൻഡെ. ദിസ് ഈസ് ദ റിവർ ബോർഡറിങ് ദീസ് 2 countries, USA ആൻഡ് മെക്സിക്കോ. നോക്കൂ, അവിടെ എന്തോ പാർട്ടി പോലെയൊക്കെ നടക്കുവാണ്. ഡോങ്കികളൊക്കെ നിൽക്കുന്നുണ്ട്. ഡോങ്കി റൈഡ് ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതേ നിൽക്കുന്നു, ഹോഴ്സ് റൈഡും. യെസ്, ഈ വഞ്ചി കടന്ന് ഞങ്ങൾ പോകണം. വഴിയേ ഉള്ളൂ, പക്ഷെ കാലിൽ നനയ്ക്കാൻ പറ്റൂലല്ലോ, തണുപ്പല്ലേ. നനച്ചാൽ ഷൂസും സോക്സും ഒക്കെ നനയുമല്ലോ. ഇതാ നമ്മുടെ ആൾക്കാരൊക്കെ പോണു. യെസ്, എല്ലാവരും കൂടി വഞ്ചിയിൽ എല്ലാവരും ഇരിക്കാന്നാ പറയുന്നത് കേട്ടോ. അങ്ങനെ കടന്നു. എല്ലാവരെയും വെൽക്കം ചെയ്തു അല്ലേ. ഒരാളിന് $5 വെച്ച് മേടിച്ചു. കാണാൻ കിട്ടാത്ത ആളിതേ പോണു. ഒരു നായ ട്രക്കിലേക്ക് കൊണ്ടുപോവാണ്. ട്രക്കിൽ ഒരാളിന് $10. അങ്ങോട്ടും കൊണ്ടുപോയി ഇങ്ങോട്ടും കൊണ്ടുപോയി. അത്രയ്ക്ക് ദൂരേ ഉള്ളൂ കേട്ടോ. കുതിരകളൊക്കെ ഉണ്ട്. നമുക്ക് കുതിര സവാരിയും പിടിച്ചിരിക്കാൻ പോവാണ്. ഇനി വീഡിയോ എടുക്കുന്നില്ല. ഇവിടെ കാണിക്കാം. എൻ്റെ കൊച്ചുമോൻ കൊച്ചുണ്ണി ഇവിടെ ഇരിപ്പുണ്ട്. സോ വി ആർ ഗോയിങ് ബാക്ക് ലൈക്ക് ദിസ്. ഞാനൊരു സീറ്റ് ഇവിടെ അങ്ങ് സ്വസ്ഥമാക്കിയേ. നോക്കൂ, ദിസ് ഈസ് അഡ്വെഞ്ചറസ്. കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ പോയിന്റിൽ. ഇത്രയും ദൂരം ഉള്ളെന്ന് തോന്നുന്നു. അല്ല, അങ്ങോട്ടെന്നാണ് തോന്നുന്നത്. മെർച്ചൻഡൈസ്. ഇതാണ് ഇവിടെ വരെ ഉള്ളൂ കേട്ടോ. ഇത്രയും നമ്മൾ ഇതാണ് സ്ഥലം. ഇവിടെ ഇമിഗ്രേഷൻ ഓഫീസാണ് കേട്ടോ. ഞങ്ങൾ കയറുവാണേ. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ. ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഇവര് പോയി. So today Ammu Appu. Okay. ഗ്ലാസിൻ്റെ ഓർമ്മയ്ക്ക് പോലെ ടെക്സൻ കവൂളൊക്കെ കേട്ടോ. Margarita. Is this the drink of Mexico? Oh, it's traditional Mexico. Yeah, I know that. These enchiladas, or number 3, a chicken tamales. അത് ഞാൻ ആദ്യമേ എടുത്തായിരുന്നു. Give it to try to Ammu. It's right there. You know it's right there. You better than Ammu. നോക്കട്ടെ മോനെ. ചിയേഴ്സ് പറ. ഈ കഥ എടുക്കണം. ഓക്കെ, ഞാൻ റെക്കോർഡ് ചെയ്ത് കിടക്കുക. But they made Mexico.
ഏഞ്ചലാണ്. ഇനി ഒരു ഡിഷും കൂടി വരാനുണ്ട്. കൊള്ളാം, കഴിക്കാൻ തന്നെ. ചിക്കൻ തമാലി എത്തി ഉണ്ടായിരുന്നു, കണ്ടില്ലേ? ഞങ്ങളുടെ ടേബിളൊക്കെ ഞങ്ങൾ കാര്യമാണ്. നാട്ടിലെ പോലത്തെ നായെ കണ്ടിരിക്കുന്നുണ്ടോ അവിടെ? ഈശ്വര, അമേരിക്കയെ കാണാൻ കിട്ടില്ല കേട്ടോ, അവിടെ റൂള് വേറെയാണ്. ഒരു ഷോപ്പിങ്ങിനൊക്കെ കയറിയിരിക്കുക കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഈ കച്ചവടമൊക്കെ നിലനിൽക്കുന്നത്. പോരെങ്കിൽ ഇന്ന് സാറ്റർഡേ ആണ്. ഇപ്പം സാറ്റർഡേ എന്ന് പറഞ്ഞാൽ ലോക്കൽ ബൈയിങ് ഡേ എന്നാണ് അത്രേ. ഇവിടുത്തെ ബാറാണ് കേട്ടോ. ബാറിലും നമുക്ക് കയറണ്ട. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒക്കെ തന്നെ എടുത്തോണ്ട് പോകാം. ഇതെവിടെന്നാ ഇത്ര അധികം വണ്ടി വന്നത് നോക്കി. ഇതെല്ലാം അവിടെ കൊണ്ടുവന്ന് വിന്റേജ് മോഡലാണല്ലോ. ആയിട്ടായിട്ട് ഈ നായ ഇരിക്കണം. ഇത്രയും ഒച്ചയൊക്കെ കേട്ടിട്ടോ അനങ്ങളില്ല കേട്ടോ. ഓരോ പ്രദേശത്തിനും അവരവരുടേതായ ഒരു പ്രത്യേകതകൾ. നോക്കൂ, കോയിലെ കഴുതിയെ കിട്ടിയേ. ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയത് ട്രാൻസ്പോർട്ടിങ്ങിനും റൈഡിനും ഒക്കെ. ഡോങ്കി റൈഡ് പോകെ പോകെ പിന്നും കുറച്ചുണ്ട് കേട്ടോ. നോക്കാം. ഈ രാജ്യം മാറിയപ്പോൾ കാണുന്ന കണ്ടോ, ഇവിടെ ഈ സ്ട്രീറ്റ് ഡോഗ്സ് ഒക്കെ ഉണ്ടെന്നേ. ഒരെണ്ണത്തിനെ കാണാൻ കിട്ടില്ല. എവിടെ? അമേരിക്കയിൽ. സാറ്റർഡേ ആയതുകൊണ്ട് കൊച്ചുമക്കളും ഇറങ്ങി, ചെറിയ കുട്ടികളും ഇറങ്ങി. ചെറിയ കുട്ടികളും ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു ഗുഡ് മോർണിംഗ് പറയണ പോലെയാണ് നമ്മൾ ഓല പറയുന്നത്. അതുപോലെ താങ്ക് യു, ഗ്രാഷ്യസ്. ഇതാ വീടുകളാണേ. നോക്കൂ, അവരൊക്കെ ഇങ്ങനെ ജോലിക്ക് ഇറങ്ങിയിരിക്കുക. പള്ളി മെക്സിക്കോയിൽ. കുഞ്ഞു കുഞ്ഞു പീസൊക്കെ. Esos son para poner uno las tortillas también, ahí no las envuelven. Sí, para poner tortillas. അവരുടെ ഭാഷയെ പറയുകയാണ്. ഇവർക്ക് കുറച്ച് അറിയാൻ തോന്നണം. En 10 esos. 10. Estos distan 5 y así. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തോ മേടിക്കുവാണേ. They are buying something. രാജ്യം അങ്ങ് മാറിയോടുകൂടിയേ ഇവിടെ ചൂടാണ്, ചെറിയ തണുപ്പേ അടിക്കുന്നുള്ളൂ. അപ്പൊ പുറത്ത് കിടന്ന ജാക്കറ്റ് മാറ്റി എടുപ്പി കെട്ടിക്കഴിഞ്ഞു കേട്ടോ. അതാണ് പറ്റിയത്. എനിക്ക് ചൂടെടുക്കുന്നു. ഈ പള്ളിയിലോട്ടൊന്ന് കയറി നോക്കട്ടെ. ഇനി ഷൂസ് അഴിക്കണമെന്നറിയില്ല, എന്നാൽ പണി കിട്ടും കേട്ടോ. ഓൾഡ് ചർച്ചാന്ന് തോന്നുന്നു കേട്ടോ. വർഷമൊന്നും എഴുതിയിട്ടില്ല. സോ സിമ്പിളായിട്ട്. ഈശ്വര, അത് കയറി നോക്കട്ടെ. ഇതിലൊന്ന് കയറി. മാതാവാണ്. മാതാവേ കംപ്ലീറ്റ് സ്ട്രക്ചേഴ്സ്. ഇടത്തേക്ക് ഭഗവാനെ, മാതാവേ, ഇന്നത്തെ ദിവസം മാതാവ് നിശ്ചയിച്ചിരുന്നു അവിടെ വന്ന് ഈ വീഡിയോ എടുക്കണമെന്ന്. മെക്സിക്കൻ സ്ട്രീറ്റ് ഞങ്ങൾ മേടിച്ചു. ഇതാ എല്ലാവരും കഴിച്ചിരിക്കുന്നു. ലോലിപോപ്പ് ഇതാ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ.
1973 ഈ സംഭവം. അതിലും അത് തന്നെയാണ്. ഇതിൽ പിന്നെ ഒരു വർഷം എഴുതിയിട്ടില്ല. മേ ബി ആണ് കേട്ടോ ഞങ്ങളുടെ ട്രക്ക്. ഞങ്ങളുടെ ട്രക്കിൽ ഇതേ അമ്മയും മക്കളും പുറകിൽ ഇരുന്ന് കഴിഞ്ഞു. ആ ലോലിപ്പോപ്പ് ഇപ്പം തീർന്നിട്ടില്ല. ഇതൊരു മെഡിസിനൽ വാല്യൂ ഉള്ളതാ. മാംഗോ ഡൈജഷന് ഉപകരിക്കും. ഞങ്ങൾ ട്രക്കിൽ കയറി ഇരിക്കുവാണ്. അങ്ങനെ ഇന്ന് മറ്റൊരു രാജ്യത്തിൽ ലാൻഡ് ചെയ്തു. മെക്സിക്കോ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് ഹാവിങ് എ ലിറ്റിൽ ബിറ്റ് നമ്മുടെ കൾച്ചറുള്ള പോലെ തോന്നുവാണ്. ഈ നാട്ടിലെ ആൾക്കാരെ കണ്ടപ്പോഴും അവരുടെ ട്രഡീഷണൽ വെയറൊക്കെ കണ്ടപ്പോഴും. ഇതേ പുറകിലിരിക്കുന്നു മഞ്ഞത്തൊപ്പി പിന്നാര പേരക്കുട്ടികളും ഒക്കെ പുറകിലുണ്ട്. എല്ലാവരും കാറിലോ ആയിരുന്നു സാരഥി. ഡോങ്കി റൈഡ്. ഗ്രാഷ്യാസ്. ഞങ്ങൾ വന്നത് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോണേന്ന് ഇത്രയല്ലേ ദൂരമുള്ളൂ. $5 each. പക്ഷേ ഇപ്പം കുഞ്ഞു കൊച്ചുങ്ങളും ഒക്കെ ഇന്ന് കച്ചവടം ചെയ്യും കേട്ടോ. സ്കൂളില്ലാത്തതുകൊണ്ട്. ഓക്കെ ബൈ ബൈ മെക്സിക്കോ. മെക്സിക്കോ ഇസ് ബ്യൂട്ടിഫുൾ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മളുടെ ഗ്രേറ്റ് ട്രിപ്പ് ആയിരുന്നു കേട്ടോ. ഇറ്റ് വാസ് സോ ഗ്രേറ്റ്. ലേട്ടാ ഇറ്റ് വാസ് ഗ്രേറ്റ്. അങ്ങോട്ട് പോവുകയാണേ. എല്ലാവരും അങ്ങോട്ട് ഹാപ്പിയായി. വെൽക്കം ടു ബോക്കിലാസ്. ദാറ്റ് ഈസ് ദ വില്ലേജ് ഹിയർ മെക്സിക്കോ. അങ്ങനെ ടു സേ ഫൈനൽ വേർഡ്. ഇത് ഈ ബാഡ്ജി ഞങ്ങൾക്ക് മെക്സിക്കോയിൽ നിന്ന് കുത്തി തന്നതാണ് കേട്ടോ. കയ്യിൽ മെക്സിക്കൻ ഗവൺമെൻറ്റിൻ്റെയാണ്. എല്ലാവരും പോവുക. എടുത്തിട്ട് മതിയാവുന്നില്ല. ഇത്രയും നേരം ബോക്കിലാസ് എന്ന് പറഞ്ഞു. ശരിക്കും ഇത് ബോക്കിയാസ് ആണ് കേട്ടോ. സോറി ഗൈസ്. ബിഗ് ബെൻ നാഷണൽ പാർക്കിൻ്റെ തന്നെ ഭാഗമാണ്. മെക്സിക്കൻ ട്രിപ്പ് വാസ് സക്സസ്. റൈറ്റ് മക്കളെ? യെസ് വി എൻജോയ്ഡ്. പോർട്ട് ഓഫ് എൻട്രി അതിൽ US മടങ്ങി എത്തി കേട്ടോ. യെസ്. അങ്ങനെ ഞങ്ങൾ അങ്ങ് തിരിച്ചു കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ബൈ ബൈ. പോർട്ട് ഓഫ് എൻട്രി ടു മെക്സിക്കോ. ദിസ് ഈസ് ഇൻ US. അങ്ങനെ മെക്സിക്കോ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബിഗ് ബെൻഡിലൂടെ ഇങ്ങനെ പോകുന്നു.